കഴിക്കങ്ങോട്ട്. കേട്ടോ രാവിലെ തന്നെ അമ്മി ഭയങ്കര മൃഗീയമായ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. പൊറോട്ടയും ചിക്കൻ കാലും കടിച്ചു പറിക്കുന്നത്. അതെന്നറിയാമോ, ഇന്നലെ വൈകിട്ടത്തെ മേടിച്ച പൊറോട്ടയെ കൂടി മിച്ചമായിരുന്നു. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയ ഗ്രിൽഡ് ചിക്കനും മിച്ചമുണ്ട് അല്ലേ? മിച്ചമുണ്ടായിരുന്നു. അപ്പം രാവിലത്തേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തു. അതെ, ഇന്നത്തെ ദിവസം വിശക്കത്തില്ലാന്നൊക്കെ പൊറോട്ട നിന്ന് കഴിഞ്ഞാൽ. രാവിലെ ചെടിക്കകത്ത് ഇച്ചിരി കാടും പറിച്ച് ചാണകപ്പൊടി ഇട്ട് അടിച്ചു വാരി കളഞ്ഞപ്പോഴത്തേക്കും മടുത്തുവല്ലോ നീ. അവസരമായല്ലോ. അതെ അതെ, ഇന്നത്തെ ദിവസം മൊത്തം റെസ്റ്റ് എന്നൊക്കെ. അതെ 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 അതെ. പക്ഷെ നല്ല രസമാട്ടോ ചെടിക്കകത്ത് പണിയാൻ. മമ്മിക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണ്, വേറെ പണിയൊന്നും ഉണ്ടായിരിക്കരുത്. അത് ശരിയാ, എല്ലാം നടക്കിയ അല്ലേ? മടുത്തോ അല്ലേ അമ്മി? അടുക്കളപ്പണിയും. ഇപ്പൊ നമ്മളിപ്പം പുല്ല് പിടിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ കാട് എല്ലാ ആഴ്ചയും പറിക്കണം. നല്ല പണിയാ അത്. ഇച്ചിരി സ്പേസുകളോ എന്നാലും കൂടി വൃത്തിയായി കിടക്കണെങ്കിലേ. അതാ അമ്മി പറഞ്ഞ പുല്ല് പിടിപ്പിക്കണ്ടല്ലേ അമ്മി? പക്ഷെ വേറൊരു കാര്യമുണ്ട്, കാട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മള് പണിക്കാരെ കൊണ്ട് അത് പറയിപ്പിക്കണ്ടേ, അല്ലെ നമ്മള് പറിക്കണ്ടേ? അപ്പൊ അതിനും ഭേദം അതിലെ കള പറിക്കുകയാണെങ്കിൽ അതാ എളുപ്പം. എനിക്ക് നോക്കാം, നമുക്ക് നോക്കാം. എന്നാ അമ്മി ഉച്ചക്കത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ? ചിക്കൻ കറി ഇരിപ്പുണ്ട്. പിടി വെക്കുവാണെങ്കിൽ പിന്നെ കട്ട്ലേറ്റും ഉണ്ടാക്കാനൊക്കെയാ പ്ലാന്. കട്ട്ലേറ്റും ഉണ്ണിക്ക് ചിക്കൻ മാത്രമല്ലേ കഴിക്കത്തുള്ളൂ. ഇപ്പൊ ചേട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടായിക്ക് കട്ട്ലേറ്റ് പിടിയൊക്കെ ഭയങ്കര ഇഷ്ടാ അല്ലേ അമ്മി? അപ്പൊ ഒന്നും ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ. അതെ അതെ അതെ, സെറ്റ് സെറ്റ് സെറ്റേ. അവന് ചിക്കൻ കട്ട്ലറ്റ് കഴിക്കും, ചിക്കനെ കഴിക്കത്തുള്ളൂ, വേറെ ബീഫൊക്കെ എല്ലാം അലർജിയാണ് അല്ലേ? ഇപ്പൊ ചിക്കന്റെ പല വിഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. നാടൻ കോഴി, ബ്രോയിലർ കോഴി ഒരാഴ്ചത്തേക്ക്. അതെ, ചിക്കൻ പെരട്ട്, ചിക്കൻ ഫ്രൈ, പിന്നെ ചിക്കൻ കട്ട്ലേറ്റ് അല്ലേ അമ്മി? ഇപ്പൊ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ അമ്മി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സമയത്തിരിയായി. അതെ, സമയം 2:15 കേട്ടോ. ഈ ഉച്ചയ്ക്ക് മമ്മി ഇത്ര ഡെഡിക്കേറ്റീവ് ആയിട്ട് എന്താ അമ്മി ഉണ്ടാക്കണേ? കട്ട്ലേറ്റ്. ചിക്കൻ മാത്രമേ കഴിക്കത്തുള്ളൂ. അപ്പൊ അവനൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാം. അതെ, ചിക്കൻ കട്ട്ലേറ്റ് ഒക്കെ കിട്ടാൻ പാടല്ലേ. മമ്മി ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉച്ചയ്ക്ക് വരെ അടുക്കളപ്പണി ചെയ്യുന്ന ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ചേട്ടായി വന്നത് കൊണ്ടാ. അതെ അതെ അതെ, കൊതിയുള്ളതൊന്നും ഉണ്ടാക്കാം. അല്ല, അവന് വേണ്ടാന്ന് പറഞ്ഞോണ്ടാ. അവന് ഭയങ്കരമായിട്ട് ഡയറ്റ് നോക്കണ ആളാ, ശരീരമൊക്കെ നോക്കണ ആളല്ലേ. അത് മാത്രല്ല ആള് നല്ലൊരു മാസ്റ്റർ ഷെഫും കൂടെയാണ് അല്ലേ? കട്ട്ലേറ്റ് ഒക്കെ തന്നെ ഉണ്ടാക്കി തിന്നുന്നതാ. അപ്പൊ എന്നോട് ഉണ്ടാക്കണ്ട, വല്ല എണ്ണയൊക്കെ അല്ലേ മമ്മി, വെറുതെ ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ ഓർത്തു മകനുണ്ടാക്കി കൊടുത്തേക്കാം, വല്ല കാലത്ത് വീട്ടിൽ വരുന്നല്ലേ. അതെ 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 അതെ. ഇല്ലെങ്കിൽ ഞാനിപ്പോ പോയി കിടന്ന് കൂർക്കുമ്പോഴേക്കും ഉറണ്ട നേരം ഉച്ചയ്ക്ക് 2:15 സമയം. എന്നാണേലും ഇതിനകത്ത് ചിക്കൻ ഇതന്നെ അമ്മി ചിക്കൻ കിള്ളി പൊടിച്ചതോ? ചിക്കൻ അതുണ്ടല്ലോ ഇച്ചിരി അരിഞ്ഞു പോയി, അത്രയും അരയുണ്ടായിരുന്നു. വേവിച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കും, ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ ഞാൻ മൊത്തത്തോടെ ഇട്ടു. എന്റെ മണ്ടത്തരമാണ്. പിന്നെ ഇത് കിഴങ്ങും ക്യാരറ്റും, പിന്നെ ഇത് ബ്രെഡിന്റെ പൊടി. സിമ്പിൾ ആയിട്ടെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്? സവോള, ഇഞ്ചിയും പച്ചമുളക് എല്ലാം കൂടെ വഴറ്റുക. ഞാനിപ്പോ ആദ്യമേ ഞാൻ ചിക്കൻ വേവിച്ചായിരുന്നു. ആ ചിക്കൻ പയ്യെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയായിരുന്നു. ഞാനത് ഒരുമിച്ചിട്ട് അങ്ങോട്ട് അപ്പൊ അതങ്ങ് അരഞ്ഞു പോയി. കുഴപ്പമൊന്നുമില്ല. പിന്നെ കിഴങ്ങും ക്യാരറ്റും കൂടെ വേവിച്ചു, അത് ഉടച്ചു വെച്ചു. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചേക്കണം. ഒരു മുട്ട വേണം. എന്നിട്ട് ഇറച്ചിയൊക്കെ ഇട്ട് നന്നായിട്ടങ്ങ് പൊരിക്കണം. പൊരിയണ പോലെയാണ്, അന്നേരം ടേസ്റ്റ് കൂടുതല്. അത് ചെയ്യും. പിന്നെ ഇതേ സാധനം കിഴങ്ങും എല്ലാം കൂടെ ഇടും. എല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് ലാസ്റ്റ് ഇതില് മുക്കി എണ്ണയിൽ മുക്കി, അല്ല എണ്ണ മുട്ടക്കകത്ത് മുക്കിയിട്ട് ഇതിനകത്ത് മുക്കിയിട്ട് എണ്ണ പൊരിക്കും. അന്നേരം ആ ക്രിസ്പിനെസ് വരുന്നല്ലേ. സിമ്പിൾ. അപ്പൊ എന്നാണെങ്കിലും മമ്മിയുടെ കട്ട്ലേറ്റ് എന്തിനാന്ന് നോക്കാം. ഞാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ, വായിത്താളം അടിച്ചല്ല. മകള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചേട്ടായിക്ക് വേണ്ടി സ്പെഷ്യല് മമ്മി ഉണ്ടാക്കിയെന്നുണ്ടോ? കഴിക്കങ്ങോട്ട്. അത് മൊത്തം തിന്നു തീർത്തിട്ട് പോയാ മതി എന്നൊക്കെ അല്ലേ അമ്മി? എങ്ങനെ അടിപൊളിയാണോ? അതെ അല്ലേ. എന്നിട്ട് ഇപ്പൊ കട്ട്ലേറ്റ് ഉണ്ടാക്കി തന്നേക്കുവാ ഡയറ്റ് നോക്കുന്ന സമയത്ത്. ഞാനെന്ത് നോക്കട്ടെ, ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. എന്നെ കുഴപ്പമൊന്നുമില്ല, ഇറച്ചി അരിഞ്ഞു പോയി.
ആ ഇപ്പൊ ചവയ്ക്കുണ്ടല്ലോ അധികം. മറ്റേന്ന് പിച്ചിക്കേറി മതിയായിരുന്നു. അടിപൊളിയാട്ടോ. അന്നേരമാണ് എനിക്ക് തിന്നാനുണ്ടാക്കിയ ഇഷ്ടം. എനിക്ക് ഇഷ്ടമായി. സൂപ്പറാണോ ശരിക്കും? മമ്മി 2 മണിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നേരം ഞാൻ മടുത്തു. എനിക്ക് ഉറക്കം വന്നു. ഉറങ്ങാറായി എനിക്ക്. സൂപ്പർ. ഇതൊക്കെ കഴിച്ചിട്ട് നമുക്ക് കനാല് വഴിക്കൂടെ നടക്കാൻ പോവാം. എന്നോടേ ഇതൊക്കെ കഴിച്ചിട്ട് കനാല് വഴിക്കൂടെ നടക്കാൻ പോകണം. മമ്മി നേരെ കട്ടിലേക്ക് ആയിരിക്കും. വെയിലാറട്ടെ.